നയതന്ത്ര ചർച്ചകൾക്കായി നിയോഗിച്ച ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങളുടെ പര്യടനം വിവിധ രാജ്യങ്ങളിൽ പുരോഗമിക്കുന്നു. വിദേശ പര്യടനത്തിനായുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ രണ്ടാം ഘട്ട പര്യടനത്തിനും തുടക്കമായി. നയതന്ത്ര ചർച്ചകൾക്കായി നിയോഗിച്ച ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങളുടെ പര്യടനം വിവിധ രാജ്യങ്ങളിൽ പുരോഗമിക്കുന്നു. ബിജെപി എംപി ബൈജയന്ത് പാണ്ഡെ, ശശി തരൂർ, സുപ്രിയ സുലെ എന്നിവർ നയിക്കുന്ന സംഘമാണ് രണ്ടാം ഘട്ടത്തിൽ പര്യടനം നടത്തുന്നത്. ശശി തരൂർ ഉൾപ്പെടുന്ന സംഘം US, ഗയാന, പനാമ, ബ്രസീൽ, കൊളംബിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. സൌദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, അൾജീരിയ എന്നീ രാജ്യങ്ങളാണ് ബൈജയന്ത് പാണ്ഡ ഉൾപ്പെടുന്ന സംഘം സന്ദർശിക്കുന്നത്. ഈജിപ്ത്, ഖത്തർ, എത്യോപ്യ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലേക്കാണ് സുപ്രിയ സുലെ നയിക്കുന്ന സംഘം പോകുന്നത്. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തുന്ന പോരാട്ടം ലോകത്തിനു മുന്നിൽ വെളിവാക്കപ്പെടുകയാണെന്ന് ശശി തരൂർ MP പറഞ്ഞു. ഗയാന സന്ദർശനത്തിന് മുന്നോടിയായി ഡൽഹി വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. And remind the world that we, like the people they are thinking about there, were victims of a terrorist attack, and not just this one, but a repeated series of terrorist attacks for the last 4 decades. 7 പ്രതിനിധി സംഘത്തിന്റെ യാത്ര അവസാനിക്കുമ്പോൾ ലോകം പാകിസ്ഥാനെതിരാകുമെന്ന് BJP MP നിഷികാന്ത് ദുബെ പറഞ്ഞു. जो बदला 2025 में इस युद्ध में हमने देखा कि बिना पाकिस्तानी सीमा में घुसे हुए हमने जो है उनके आतंकवादी ठिकानों को तबाह किया, हमने उनके एयरबेस को तबाह किया, और हमने ये मैसेज दिया कि हम आपके किसी न्यूक्लियर वार के धमकी से नहीं डरते हैं, और आपको जो करना है करो, हमको जो करना होगा करेंगे, और हम आपको माकूल जवाब देंगे, और आपको हम निस्तनाबूद होगा. രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം നാളെ വിദേശ പര്യടനം ആരംഭിക്കും. UK, ഫ്രാൻസ്, ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ, ഇറ്റലി, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിലേക്കാണ് സംഘം നയതന്ത്ര പര്യടനം നടത്തുക. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.